ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഇവിടെ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ പോയിൻറ്റിലും മാക്സിലൊക്കെ ഇങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഓഫർ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഓഫർ പ്രൈസിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിടയ്ക്ക് പോകലുണ്ട്. ചില സമയത്ത് വിചാരിക്കും വാങ്ങണ്ട, വെറുതെ എന്തിനെങ്ങനെ വാങ്ങിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഓഫറിലൊന്നും അങ്ങനെ നല്ല ഡ്രസ്സൊന്നും കിട്ടല് കുറവാണ്, വളരെ കുറവാണ്, റെയറായിട്ടേ കിട്ടലുള്ളൂ. പക്ഷേ നമ്മളെ കൂട്ടുകാരികളൊക്കെ പറയല്ലോ, അവിടെ അത് ഓഫറുണ്ട്, ഇത് ഓഫറുണ്ട്, എനിക്കത് കിട്ടി, ഇത് കിട്ടി, നല്ല ബാഗ് കിട്ടി, കുട്ടികളുടെ ഡ്രസ്സ് കിട്ടി, അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പം പ്രലോഭനത്തിലൊക്കെ വീണിട്ട് നമ്മൾ പോയി നോക്കലാണ്. മിക്കവാറും ഓഫർ ഉണ്ടാകുമ്പം പോയി നോക്കലുണ്ട്. ചിലപ്പോൾ സൈസ് കിട്ടൂല. അധികവും നമ്മളെ ഡ്രസ്സൊക്കെ വരുന്നത് സൈസ് കൂടിയ സൈസൊക്കെ ആയിരിക്കും. നമ്മളെ കറക്റ്റ് സൈസ് കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ സൈസ് കുറഞ്ഞതായിരിക്കും. കുട്ടികളുടെയൊക്കെ കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഓഫർ വന്നപ്പോൾ പോയതേനു. അപ്പം നാട്ടിലേക്കൊക്കെ പോകുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ വീട്ടിലിടാനും മക്കൾക്കൊക്കെ ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇതിനൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലിടാനൊന്നും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫർ ഉണ്ടാകുമ്പോൾ നമുക്ക് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ആദ്യം സെൻട്രൽ പോയിൻറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെയൊക്കെ 1.5 വയസ്സ് മുതൽ 2 വയസ്സ് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പം ആദ്യം ഞാനിവിടെ ഫഹലിലുള്ള സെൻട്രൽ പോയിൻറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഫിൻഡാസിലുള്ള സെൻട്രൽ പോയിൻറ്റിൽ പോയി നോക്കി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ മോൾക്ക് കിട്ടിയിട്ടാണ്, വീട്ടിലിടാൻ പറ്റിയിട്ടുള്ള. പിന്നെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് വീട്ടിലിടാനുള്ള ഡ്രസ്സാണ്. അങ്ങനെ പുറത്ത് പോകുമ്പോഴുള്ള ഡ്രസ്സുകൾക്കൊക്കെ നല്ല വില ഉണ്ടായിരുന്നുണ്ട്. ഒരു 2000 രൂപേൻ്റെ ഡ്രസ്സൊക്കെ ഒരു 500 രൂപയൊക്കെ കുറച്ചിട്ട് ഒരു 1500 റുപ്യൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഉടുപ്പൊക്കെ വില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു ലാഭമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അതൊന്നും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കുഞ്ഞി മക്കളെ ഡ്രസ്സാട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നാട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാമല്ലോ. പിന്നെ ഇപ്പം നോക്കുന്നത് മൂത്ത മോൾക്കുള്ള ഡ്രസ്സാട്ടോ. അവൾക്കും ഇതേപോലെ ഇങ്ങനെ കുറച്ച് പാൻറ്റും ടീഷർട്ടൊക്കെ ഇങ്ങനെ വീട്ടിലിടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാക്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ, 40%. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ സൈസ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഒന്നെങ്കിൽ പറ്റ ചെറുതായിരിക്കും, അല്ലെങ്കിൽ നല്ല വലിയ സൈസൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഉടുപ്പുകളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഓഫർ ഇല്ലാത്ത 2 ഉടുപ്പ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ മാക്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മാക്സിൽ പോയി നോക്കിയതാട്ടോ. മാക്സിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ പെരുന്നാൾക്ക് വന്ന ഡ്രസ്സുകളാട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഈ പെരുന്നാൾക്കല്ല, കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് വന്ന ഡ്രസ്സുകളാണ്. അപ്പം ഞാനിങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ച ഒരു ഡ്രസ്സേന് ഈ കാണിക്കുന്ന ഒരു ഗ്രീൻ ഡ്രസ്സ്. ഈ ഡ്രസ്സല്ല, ഇതിന് ശേഷം ഒരു ഗ്രീൻ ഡ്രസ്സുണ്ട്, ഞാനിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ എടുക്കണം എന്ന് മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ലിനൻ്റെ ക്ലോത്തിൻ്റെതാ ഈ ഗ്രീൻ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ ഓഫറൊന്നുമില്ല, പക്ഷേ കുറച്ചൊരു കുറവുണ്ട്. ഇതിന് 5500 എങ്ങാണ്ടായിരുന്നു റേറ്റ്. വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ഇതിന് നോക്കി വെച്ചതായിരുന്നു എനിക്ക് എടുക്കണം എന്ന്. അപ്പോൾ അതിന് ഭയങ്കര റേറ്റ്, ഇപ്പോൾ കുറച്ച് കുറവുള്ളപ്പോൾ അതങ്ങ് എടുത്ത്. പിന്നെ എനിക്ക് ഓഫറിൽ ഇപ്പം ഒരു 2.5 ദിനാറിനൊക്കെ ഒരു 2-3 ടോപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതിങ്ങനെ ഈ ഒരു പലാസോ പാൻറ്റ് ഇതിന് 2 ദിനാറിന് റേറ്റ്. എടുക്കണോ വേണ്ടേ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഇത് വേണമെങ്കിൽ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും, ടോപ്പ് എടുക്കുമ്പോഴേക്കും മാച്ച് ചെയ്താൽ മതി. പക്ഷെ ഞാനത് എടുത്തില്ല കേട്ടോ. എനിക്ക് ആ കളറ് എടുക്കണ്ടേ എന്നുള്ള ഇതിലിങ്ങനെ. പിന്നെ ഞാനിങ്ങനെ പാൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടതൊരു ഓഫ് വൈറ്റ് പാൻറ്റായിരുന്നു കേട്ടോ, ആ ടോപ്പിലേക്കൊക്കെ ഇടാൻ പറ്റിയത്. പിന്നെ കിട്ടിയില്ല. പിന്നെ ഞാനിങ്ങനെ ഓൺലൈനിൽ പിന്നെ ഞാൻ ഓർഡർ ആക്കി കേട്ടോ. കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുഞ്ഞി മക്കളെ സെക്ഷനിൽ, ഇത് ആൺകുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ. പക്ഷേ ഇതൊരു 4 വയസ്സ് ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ സൈസാണ്.
എനിക്ക് കുഞ്ഞിൻ്റെ സൈസാണ് വേണ്ടത്, 1.5 വയസ്സുള്ള. ഞാനിങ്ങനെ ആൺകുട്ടികളെ സൈസൊന്നും കുട്ടിക്ക് ഡ്രസ്സ് എടുക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ട്രൗസറും ടീഷർട്ടും ഒക്കെ നല്ല രസമാണല്ലോ പെൺകുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ കാണാൻ. പെൺകുട്ടികളുടെ ട്രൗസറും കുപ്പായം അങ്ങനെ എടുക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ കയ്യിലാട്ടോ പിന്നെ ഫോണുണ്ടായിരുന്നത്. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഈ ഒരു വൈറ്റ് ബാഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളൊരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ബാഗാട്ടോ, കുറച്ച് നല്ല സ്പേസൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ബാഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവിടെ ലുലു ഉള്ളത്. അപ്പോൾ അവിടെ മാക്സിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ മാംഗോ ഫസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതിന് പോയതാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മാംഗോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മാംഗോകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ റേറ്റ് കുറവൊന്നുമില്ല, പക്ഷെ പല ടൈപ്സ് മാംഗോസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ നാട്ടിൽ മറ്റേ കോമാങ്ങ, പിന്നെ മധുരമാങ്ങ അങ്ങനെയൊക്കെ പറയില്ലേ, ചുണ്ടാങ്ങ അങ്ങനെയൊക്കെ പറയുന്ന, അതിനൊക്കെ ഉള്ള ഇംഗ്ലീഷ് വേർഡൊക്കെ വേറെ എന്തൊക്കെയോ ഒരു കട്ടിയുള്ള വീടുകളൊക്കെ ഐറ്റംസ് കേൾക്കാത്ത പല മാങ്ങകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പം ഇന്ന് ഞാനൊരു കുട്ടി ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ട് വന്നതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച ഡ്രസ്സൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ വാങ്ങിച്ചത് എന്തൊക്കെയെന്നൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ അതായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി ഈ മാങ്കോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് വീഡിയോ ആണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.